സാർ ഇന്നലെ ഇതേ ഫ്ലോറിൽ ബ ബ ബ അല്ലേ, ഭയം ഭക്തി ബഹുമാനം, ഈ സിനിമയെക്കുറിച്ച് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഗൗതം കണ്ടിട്ട് വന്ന് എന്നോട് അഭിപ്രായം പറയാനായിട്ടിരുന്നു. അത് അഭിപ്രായം കേൾക്കാൻ വേണ്ടി ഒരു ശ്രോതാവ് മാത്രമായിരുന്നു ഞാൻ. ഏതായാലും ഒരു സിനിമ സാധാരണ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് ആ സിനിമ കാണണമെന്നുണ്ട്, ഞാൻ കാണും. അപ്പോൾ സാർ ആ സിനിമ ഇന്നലെ കണ്ടു എന്ന് പറയുന്നത് കേട്ടു. എന്താണ് സാർ ആ സിനിമ കണ്ടിട്ട് സാറിന് തോന്നുന്ന, നമ്മൾ സിനിമാ നിരീക്ഷണമൊക്കെ എഴുതി പരിചയമുള്ളവരൊക്കെയാണ്, എന്ത് തോന്നുന്നു സാർ ആ സിനിമ ഒരു നിരൂപണ ബുദ്ധിയോടെ അല്ലാതെ കണ്ടാൽ? അല്ല, ഞാൻ നിരൂപണ ബുദ്ധിയോടെ ഒന്നും കാണേണ്ട ഒരു സിനിമയല്ലത്. അത് വളരെ മെറിറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ എത്രത്തോളം വഷളാക്കാം എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കാണേണ്ട ഒരു സിനിമയാണ്. ഞാൻ യഥാർത്ഥത്തിൽ 2 പേര് മാത്രമായിട്ട് എൻ്റെ ജീവിതത്തിൽ നിന്ന് സിനിമ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആകെ 4 പേര് മാത്രം, ഞാനും വൈഫും പിന്നെ കൊച്ചും പിന്നെ വേറൊരു വൈഫും ഹസ്ബൻഡും മാത്രം. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്കുള്ള വഴി എന്ന് പറഞ്ഞൊരു സിനിമയാണ്, പൃഥ്വിരാജിൻ്റെ, ഡോക്ടർ ബിജു സംവിധാനം. അത് പക്ഷേ ഗംഭീര സിനിമയായിരുന്നു. പക്ഷേ ആ സിനിമക്ക് ആളുണ്ടായില്ല. ഇന്നലെ ഞാൻ ചെല്ലുന്ന ഈ സിനിമക്കും കുറച്ച് ഒരു 3-4 റോയൊക്കെ ആളുകൾ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഫുൾ ഫില്ലൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ അത്രയും പേര് രക്ഷപ്പെട്ടു. സത്യത്തിൽ ഇന്നലെ ഈ സിനിമ കണ്ടതിന് ശേഷം നമുക്ക് ഈ ദിലീപ് കേസിൽ അറസ്റ്റിലായി ബാക്കിയുള്ളതൊക്കെ നമുക്ക് വിടാം എന്ന് പറഞ്ഞാൽ അതൊക്കെ വിടാം. നമുക്ക് സിനിമയായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇന്നലെ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞ ഏറ്റവും വലിയ കമൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും മോശം സിനിമയാണെന്നാണ്. അത്രയും ശരിക്കും പറഞ്ഞാൽ വൾഗറായിട്ടുള്ളൊരു സിനിമയാണിത്. ഈ സിനിമയുടെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ച് ആളുകളിരുന്ന്, കുറച്ച് ചെറിയ കുട്ടികളൊക്കെ ഇരുന്നിട്ട് ഞങ്ങളുടെ ഏട്ടനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്ന ഒരു കഥയിൽ നിന്നാണ്. ആ ഏട്ടനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ ദിലീപിനെ പിന്നെ കാണിക്കുമ്പോൾ ദിലീപ് ആദ്യം പഴത്തൊലിയിൽ ചവിട്ടി വീഴില്ല എന്ന് പറഞ്ഞ് പഴത്തൊലി ചവിട്ടാൻ പോകുന്നു. പഴയ തമാശക്ക് പുള്ളിയുടെ പഴത്തൊലി ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിൽ വീഴില്ല, ഇപ്പോൾ പുതിയ ദിലീപാണ്, പഴയതും പുതിയതും തമ്മിലൊന്ന് ഏറ്റുമുട്ടാം എന്നൊക്കെയാണ് പറയണത്. യഥാർത്ഥത്തിൽ ഇത്രയും ദുരന്തമായിട്ടുള്ളൊരു സിനിമ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് ഇന്നലെയാണ്. സീരിയസ്ലി ഞാൻ നമ്മളിപ്പോൾ ഒരു സിനിമ കണ്ടു, അതിനെ മോശം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സത്യത്തിൽ ഞാൻ മാലിക് മോശമാണ് അല്ലെങ്കിൽ അത്തരം പല സിനിമകൾ മോശമാണെന്ന് ഞാൻ റിവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു സിനിമ മോശമെന്ന് പറയാൻ നമുക്ക് സിനിമയായിട്ടെങ്കിലും തോന്നുന്നുണ്ട്. പിന്നെ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ വെഞ്ചൻസ് ഒക്കെ, ദിലീപിൻ്റെ വൃത്തികേടുകളൊക്കെ ഇതിനകത്ത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞിട്ട് ആ പേരുള്ള മുഖത്ത് മറുകളുള്ളൊരു പെൺകുട്ടിയെ എന്ത് ചെയ്യുന്നു, ഞാൻ സ്ത്രീയെ തട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോൾ തട്ടിക്കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കറന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ കറന്നു എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ വളരെ ഈസി. പുള്ളി മറ്റേ ശിങ്കാരവേലൻ, മറ്റേ വേലൻ, ഇതുപോലെയുള്ള കുറേ സിനിമകളൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അതിലൊക്കെ ഉള്ളതിനേക്കാൾ ഒട്ടും ദിലീപ് വളർന്നിട്ടില്ല. കാരണം ദിലീപ് തന്നെയാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയേക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു സീനുണ്ട്. അതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ പറയുന്നില്ല, ഏതാണ്ട് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് ഇത് പശുക്കുട്ടിയാണ്, തട്ടിക്കൊണ്ടുപോകൽ ചേട്ടൻ്റെ ഹോബിയാണ് എന്നൊക്കെ പറയുന്ന ഒരു വാചകം. പിന്നെ ഇതിനകത്ത് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുഖ്യമന്ത്രി അധികാരം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി തന്നെ ലോകത്തെല്ലാവർക്കും വെറുപ്പുള്ള ഒരാളാണ്. ഒരു ലോജിക്കും ഇല്ല ഇതിനകത്ത്. ആയിരക്കണക്കിന് അനുയായികൾ നിൽക്കുന്നു, പോലീസുകാർ നിൽക്കുന്നു. അപ്പം തന്നെ കൂളായിട്ട് മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ടുപോകണം. ഈ തട്ടിക്കൊണ്ടുപോകണം എങ്ങനെയാണെന്നറിയോ അയ്യപ്പദാസേ? അതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഒരു നിലവാരവും ഇല്ലാത്ത വെറും അലവലാതിയാണ് ഈ പറയുന്ന ഈ സിനിമയ്ക്ക് പുറകിൽ പ്രവർത്തിച്ച ആളുകളെന്ന് പറയുമ്പോൾ എനിക്കൊരു മടിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു മരുന്ന് കരിക്ക് എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു, കരിക്കിലൊരു മരുന്നൊഴിച്ച് കൊടുക്കുന്നു. ആ മരുന്നിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വയറിളകും, പക്ഷെ പുറത്തേക്ക് പോവില്ല. കറക്റ്റ് 1 മണിക്കൂർ വരെ അത് പിടിച്ചിരിക്കും. അയ്യോ, അങ്ങനെയുള്ള പ്രത്യേകമാണ്. കാരണം അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഇയാളെ കാറിലിട്ട് തട്ടിക്കൊണ്ടു പോകണ്ടേ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ബാത്റൂമിൽ എത്തിക്കാനുള്ള സെറ്റപ്പ് ഉള്ളൂ. എന്തൊരു വിഡിത്തമാണ് ഈ കാണിച്ചേക്കണെന്നുള്ളതാണ്. പിന്നെ ഇത് എഴുതിയേക്കണത് നൂറിൻ ഷെരീഫിൻ്റെ ഒരു ഹസ്ബൻഡും കൂടിയിട്ടാണ് ഇത് എഴുതിയേക്കണത്. നൂറിൻ ഷെരീഫ് എന്ന് പറയുന്ന അടി. സത്യത്തിൽ ഇതൊക്കെ ഇങ്ങനെ എന്നിട്ട് അവൻ കയറി അഭിനയിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു വൃത്തികേടാണ് കാണിച്ചേക്കുന്നത്. ഞാനിപ്പോൾ അത് 2 സംഭവങ്ങൾ, ഒന്ന് ഇത് ഈ മുഖ്യമന്ത്രിയുടെ ഇത്, അതിലാകെ ബൈജു മാത്രമാണ് കുഴപ്പമില്ലാതെ അഭിനയിച്ചേക്കുന്നത്. രണ്ടാമത്തേത്, ഇനി മൂന്നാമത്തേത് എന്താണെന്നറിയാമോ അയ്യപ്പാസ്? മൂന്നാമത്തത് അയ്യപ്പാസിനൊക്കെ ഓർമ്മയുണ്ടാവും. ഈ നടി ആക്രമിക്കപ്പെട്ട കേസുണ്ടായതിനു ശേഷം പനമ്പള്ളി നഗറിൽ വെച്ചിട്ട് മറ്റേ മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ചൊരു യോഗം കൂടിയായിരുന്നു. ആ യോഗത്തിലേക്ക് പോകുമ്പോൾ എനിക്കിപ്പോഴും അത് ഓർമ്മയുണ്ട്. പോകുമ്പോൾ പൃഥ്വിരാജ് പുറത്ത് വന്നിട്ട് പറയുന്നു, ഞാൻ എൻ്റെ അഭിപ്രായം അകത്ത് പറയും. അകത്ത് പറഞ്ഞതിന് ശേഷം പുറത്തേക്ക് വന്നിട്ട് അതിനനുസരിച്ചൊരു തീരുമാനം അവിടെ നിന്ന് ഉണ്ടായില്ലെങ്കിൽ, അതാണ് ദിലീപിനെ പുറത്താക്കാൻ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ ഞാൻ പുറത്ത് വന്നിട്ട് എൻ്റെ അഭിപ്രായം പറയുമെന്ന് പറയില്ലേ. ഇതേ സംഭവം എന്ത് ചെയ്തു, ധ്യാൻ ശ്രീനിവാസനെ കൊണ്ട് ഇതിനകത്ത് പറയിപ്പിച്ചേക്കണുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ അകത്ത് പോയി പറയും, അതിനനുസരിച്ച് തീരുമാനം അകത്തുനിന്ന് ഉണ്ടായില്ലെങ്കിൽ ഞാൻ പുറത്ത് വന്ന് പറയും. എന്നിട്ട് ധ്യാൻ ശ്രീനിവാസനെ കാണിച്ചേക്കണ എന്താണ്ട് ഒരു പേരൊക്കെ ഇട്ടിട്ട്
വേറെ ധ്യാൻ ശ്രീനിവാസനൊക്കെ പിന്നെ ഇതുപോലെയൊക്കെ അഭിനയിക്കാം, കുഴപ്പമൊന്നുമില്ല. കാരണം ധ്യാൻ ശ്രീനിവാസൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അഭിനയിക്കാത്ത 250 സിനിമയാണ് ഞാൻ മലയാളത്തിന് കൊടുത്ത സംഭാവന. കാരണം കൂതറപ്പടങ്ങൾ അഭിനയിച്ചില്ല, പക്ഷെ അതൊക്കെയാണ് ഇപ്പം നീ അഭിനയിച്ചുകൊണ്ടിരിക്കണമെന്ന് വിനീതിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ ഇന്ന് ശ്രീനിവാസൻ ഭരിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് സങ്കടത്തെക്കാളേറെ ഒരു ആശ്വാസമാണ്. എന്താണെന്നറിയാമോ, കുറച്ച് പറയുന്നത് കുറച്ച് മോശമാണെന്നറിയാം, പക്ഷെ എങ്കിൽ പോലും എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഈ സിനിമ പുള്ളി കാണാതെ എന്ത് ചെയ്തല്ലോ. കാരണം ഇത് രണ്ടുപേരും അഭിനയിച്ചതാണ്. ഒന്ന് ധ്യാൻ ശ്രീനിവാസൻ ഒരു ബ്ലോഗറായിട്ടാണ് ഇതുപോലെ വായി തോന്നിയൊക്കെ വിളിച്ചു പറയുന്ന വെറും വിവരക്കെട്ട ഒരു ബ്ലോഗറായിട്ടാണ് അഭിനയിക്കുന്നത്. അതിൽ ആണ് പൃഥ്വിരാജിനെ ട്രോളാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാക്കിയത്. ഇനി അടുത്ത എന്താണെന്നറിയാമോ, വിനീത് ശ്രീനിവാസന്റെ ക്യാരക്ടർ എന്താണെന്നറിയാമോ, എന്നെ ഈ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ മകൻ. എന്നിട്ട് മുടിയൊക്കെ നീട്ടി വളർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു സിനിമ എഴുതാൻ പറ്റും എന്നുള്ളതൊക്കെ തന്നെ എന്നെ സംബന്ധിച്ച് വലിയ ലോജിക്കിന് പറ്റിയ ഒരു കഥയല്ല. അല്ല, ഇതിൽ ലോജിക്ക് ഇല്ല എന്നവർ ആദ്യം തന്നെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ തലച്ചോറെടുത്ത് മാറ്റിക്കോളൂ എന്നുള്ളത് ആദ്യം തന്നെ പറയുന്നുണ്ട്. നോ ലോജിക് ഈ പറയുന്ന പോലെ എന്നാണ്, മറ്റേ വട്ടന്മാരുടെ കഥയാണ്, ഇത് എല്ലാവരും വട്ടന്മാരാണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ശരിക്കും ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കണെന്നുള്ളത് അറിയാൻ പാടില്ല. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ സ്പൂഫാണെന്ന് പറഞ്ഞ് ഓരോരോ ആളുകളെ കൊണ്ടുവന്ന് കാണിക്കുന്നത്. അതിൽ തന്നെ ഒരു കാര്യം കാണിക്കുന്നത്, മറ്റേ മോഹൻലാലിനോട് പറയാണ് ഇവര് മുണ്ട് മടക്കി കുത്താൻ അറിയാൻ പാടില്ല ദിലീപ്. അപ്പോൾ പുള്ളി വെറുതെ ഒരു മുണ്ട് എന്ത് ചെയ്യും, മടക്കി കുത്തുന്നു. പിന്നെ അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ മീശ പിരിച്ച് കാണിക്കുന്നു. അപ്പൊ വെറുതെ മോഹൻലാൽ മീശ പിരിക്കുന്നത് മുണ്ട് മടക്കുന്നതൊക്കെ ജനം കണ്ടേക്കണത് ഒരു കഥാപാത്രത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ്. മനസ്സിലായി? ഇപ്പൊ നീലകണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടും. അല്ലാതെ പക്ഷയിലെ മോഹൻലാൽ IAS കാരൻ വന്ന് മുണ്ട് മടക്കി കുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യില്ല, തോന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഈ പറയുന്ന പോലെ വെറും പാഴായിട്ടുള്ള ദിലീപ് ഇതുപോലെയുള്ള പണികൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനു മുമ്പ് പിന്നെ ഇദ്ദേഹത്തിന്റെ നിലവാരം സത്യത്തിൽ ഈ സിനിമ ബഹിഷ്കരിക്കരുതായിരുന്നു കേട്ടോ. ഈ സിനിമ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളുടെ എല്ലാ ഫാൻസിനെയും പിടിച്ച് പറ്റുമെങ്കിൽ എൻ്റെ ഈ കാശില്ലാത്തതുകൊണ്ടാണ്, അങ്ങോട്ട് കാശ് കൊടുത്ത് നമ്മൾ കാണാൻ പറഞ്ഞുകൊണ്ടാണ്. കാണാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഇത്തിരിയെങ്കിലും ബോധമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്തോളും, ഈ വെറുപ്പിത്തോളും. അത്രത്തോളം വെറുപ്പിച്ചിട്ടുണ്ട്. പിന്നെ അയ്യപ്പാസ് അടുത്തൊരു തമാശ ഉണ്ട് ഇതിനകത്ത് കരുതി വെച്ചിരിക്കുന്ന ഒരു ഭയങ്കര അത്ഭുതമുണ്ട്. അതെന്താണെന്നറിയാമോ? സസ്പെൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ അതിനുവേണ്ടി കാശ് മുടക്കുന്നവൻ എന്ത് ചെയ്യും, അത് നന്നാവണമെന്ന് വിചാരിക്കും, അത് നശിപ്പിക്കാനൊന്നും ശ്രമിക്കാറില്ല. പക്ഷെ നമ്മുടെ മലയാളത്തിലെ ചില ചാനലുകളിലൊക്കെ അങ്ങനെയുണ്ട്, കാശ് മുടക്കുന്നവൻ തന്നെ കയറിയിരിക്കുകയും അതിൽ അഭിപ്രായം പറയുകയൊക്കെ ചെയ്ത് അത് നശിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൽ ഏറ്റവും അല്ല, ഇതിൽ ഈ 19 സിനിമകളിലധികം പ്രൊഡ്യൂസ് ചെയ്താണ് ഗോകുലം മൂവീസ് എന്ന് പറയുന്നത്. മര്യാദക്ക് ഒരുപാട് നല്ല സിനിമകൾ എന്ത് ചെയ്തിരുന്നു, പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിൽ ഏതെങ്കിലും പുള്ളിക്ക് വേറൊരു വേഷം അഭിനയിക്കായിരുന്നു. ഇതിൽ ഗോപാലൻ ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. ഗോപാലൻ ചേട്ടൻ അഭിനയിച്ചു എന്ന് മാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ മലയാളത്തിലൊക്കെ പറയില്ലേ പെറ്റ നല്ല സഹിക്കില്ലെന്ന് എന്ന് പറഞ്ഞ പോലെ ഗോപാലൻ ചേട്ടൻ ഡാൻസ് കളിച്ചേക്കുന്നു. അയ്യോ, ഈ വയസ്സ് പ്രായത്തിൽ ഡാൻസ് കളിക്കുന്നതും കുഴപ്പമില്ല. പക്ഷെ ആ ക്യാമറ ആംഗിലും ഷോട്ടോ എങ്കിലും മര്യാദക്ക് എടുത്ത് വെച്ചിട്ട് മമ്മൂട്ടിക്ക് കൊടുക്കുന്ന പോലെ ഒരു ഡാൻസ് കൊടുത്താൽ കുഴപ്പമില്ല. ഇത് 2 കാലൊക്കെ പൊക്കി ഒരു ഡാൻസ് കളിച്ചേക്കുന്നു. എന്നിട്ട് ഇടക്കിടക്ക് ആശാനെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്ന ഗോപാലൻ ചേട്ടൻ വിചാരിച്ച നേരെ തിരിച്ചായിരിക്കുള്ളൂ. ഈ സിനിമ എന്തായാലും തകർന്നെന്ന് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ പിന്നെ ഞാനും കൂടി വെറുതെ മനസ്സിലായി. നമ്മുടെ ദീപക് ധർമ്മണ സുഹൃത്ത് ദീപക് ധർമ്മണൊക്കെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അതൊക്കെ കുഴപ്പമില്ല, പോട്ടെ, എന്തെങ്കിലും ആട്ടെ നോക്കാം. ദീപക് ധർമ്മണം. പക്ഷെ ഈ പുള്ളി ഗോപാലൻ ചേട്ടൻ എന്തിനാണ് ഈ പണി ചെയ്തതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അങ്ങനെ ആകെപ്പോടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 20,000 കോടി രൂപയിലധികം ബിസിനസ് നടത്തുന്ന ഒരാളാണ് ഗോപാലൻ ചേട്ടൻ, ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫണ്ട്സ്. പിന്നെ അദ്ദേഹം തുടങ്ങിയിട്ടുള്ള ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമുക്കറിയാലോ ഗോകുലം പാർക്കിംഗ് ഹോട്ടലുകൾ 10-28 ഉണ്ട്. ഹൈ ഹോൾഡേജിന് അദ്ദേഹമാണ് നടന്നത്. ആളുകളുടെ മുമ്പിലൊക്കെ ഒരു റെസ്പെക്റ്റ് ഉണ്ട്. എനിക്ക് തോന്നണത് ഗോപാലൻ ചേട്ടൻ ഇത് ഇഷ്ടപ്പെട്ടില്ലെന്നാണ്. അങ്ങനെയൊന്നും ആളുകൾ തന്നെ റെസ്പെക്ട് ചെയ്യേണ്ട, ഞാൻ വെറും ഈ പറയുന്ന പോലെ മോശമാണെന്ന് ആളുകൾ വിചാരിച്ചോട്ടെന്ന് വിചാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി പാരവച്ചാണ്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, എന്തിനാണ് ഈ ഒരു സിനിമയിലെ റോളിലേക്ക് സ്ഥലക്കിത്തിരി ബോധവും വെളിവുമുള്ള ആരെങ്കിലും വന്ന് അഭിനയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മോഹൻലാൽ എന്തിനാ വന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലായി? സത്യത്തിൽ മോഹൻലാലിനെ ഈ മറ്റേ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ എടുത്തപ്പോഴത്തേക്ക് മോഹൻലാലിനെ മറ്റേ മേജർ രവി പറഞ്ഞായിരുന്നു ഇയാൾ തിരക്കഥ അഭിനയിക്കാതെ വായിച്ചു നോക്കാതെയാണ് അഭിനയിച്ചത് എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചേ അങ്ങനെയൊന്നും ഒരിക്കലും സംഭവിക്കില്ലെന്നാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് പുള്ളി എന്തോ മറ്റേ തിരക്കഥയൊന്നും നോക്കാതെയാണ് ഒന്ന് അഭിനയിക്കണത്. കാരണം അല്ലെങ്കിൽ ഈ സിനിമയിൽ ഒരിക്കലും വന്ന് ഗസ്റ്റ് റോളൊന്നുമല്ല, അത്യാവശ്യം റോളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിൽ പുള്ളി എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, മുണ്ട് മടക്കി കുത്തലാണോ, മീശ വിരിക്കലാണോ, അതോ ഈ പറയുന്ന പോലെ അധോലോക നായകനാണോ, എന്നിട്ട് പുള്ളി ഓരോരോ കമ്പനികൾ ഓരോരുത്തരെ ഏൽപ്പിച്ചിട്ട് വേണം, ഓരോരോ ഭ്രാന്താണെന്നൊക്കെ അവർ തന്നെ പറയുന്നു. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ അതിവിചിത്രമായ ഒരു അവസ്ഥയിലേക്ക്
ആ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോൾഡ് സൂക്കിലൊക്കെ തിയേറ്ററിൽ നിന്നുപോയത് നന്നായി. എന്താ വെച്ചാൽ അല്ലെങ്കിൽ 4-5 റൗണ്ട് കയറി മുകളിലെത്തിയിട്ട് ഇത് കണ്ടിട്ട് ഇറങ്ങുന്നവൻ ചിലപ്പോൾ തിരിച്ചിറങ്ങാൻ പറ്റില്ല. അത്രമാത്രം ഒരു വൾഗറായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനകത്തുള്ളത്. പിന്നെ ദിലീപിനെ സംബന്ധിച്ച് ഇതൊന്നും പുതുമയല്ല. കാരണം ഈ മിസ്റ്റർ മരുമകൻ, ശൃംഗാരവേലൻ ഇതുപോലെയുള്ള കുറേ കൂതറ പടങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പുള്ളി ഈ ഇതിൽ അഭിനയിച്ചതുകൊണ്ട് ഈ കേസിൽ പെട്ടുകൊണ്ടൊന്നുമല്ല. അതിനു മുമ്പ് തന്നെ പുള്ളി ആകെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു നടനാണ്. ഈ മിസ്റ്റർ മരുമകനിലാണ് ആദ്യമായിട്ട് ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുക്കുക എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുണ്ട്. ആ കൺസെപ്റ്റാണ് പിന്നെ പുള്ളി എന്ത് ചെയ്തത് മനസ്സിലായി. അതിനു മുമ്പ് ഇന്നേവരെ നമ്മൾ അങ്ങനെ കൺസെപ്റ്റ് ആയിട്ടില്ല. സുരാജിനെ ഏൽപ്പിക്കുന്നത് വെഞ്ഞാറമൂട് സുരാജിനെ ഏൽപ്പിക്കുന്നു. സുരാജ് എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആള് മാറി ബലാത്സംഗം ചെയ്യുന്നു. ചെയ്തതിന് ശേഷം പ്രണയം തുടങ്ങുന്നു. ഇത്തരത്തിലുള്ള ഈ പറയുന്ന എല്ലാ മറ്റേ ദ്വയാർത്ഥ പ്രയോഗങ്ങളും എല്ലാം അവരൊക്കെയാണ് മലയാള സിനിമ ഇന്ന് കൊണ്ടുപോകുന്നത്. CBK തോമസ്, ഉദയകൃഷ്ണ, അവരാണ് ഈ തിരക്കഥ. ഇദ്ദേഹത്തിന് വേണ്ടി തിരക്കഥ എഴുതുന്ന കൂലി എഴുത്തുകാരാണ് ഉദയകൃഷ്ണ, CBK തോമസ്. അവരാണ് മലയാള സിനിമ ഇന്ന് കൊണ്ടുപോകുന്നത്. ഈ സിബി അവര് തമ്മിൽ വേർപിരിഞ്ഞു. ഇപ്പൊ സിബി ആണ് ഉദയകൃഷ്ണൻ, അത്രത്തോളം സിനിമയിലെ സിബിക്കാണ്. താങ്കൾ അറിയേണ്ടത് അതൊക്കെ എനിക്കറിയാം. പക്ഷെ അവരൊക്കെ എഴുതിയ സിനിമകൾ കണ്ടിട്ടും ചിലതൊക്കെ കണ്ടിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. അല്ല, അവര് എഴുതിയ എല്ലാ സിനിമകളും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്. ചില സിനിമകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഈ 15 കൈവച്ചൊക്കെ എഴുതുമ്പോഴത്തേക്കൊന്നും ഏതെങ്കിലും ഒരെണ്ണം തിരിവൊക്കെ എന്ത് ചെയ്തു വിട്ടു. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഈ നൂറി ഷെരീഫും ഹസ്ബൻഡും കൂടിയൊക്കെ ചെയ്തേക്കുന്ന ഒരു കൊലച്ചതിയാണ് ഈ ചെയ്തേക്കുന്നത്. സത്യമായിട്ട് ഞാൻ പറയണേ, ഈ പടം ദിലീപും കൂടെ ചേർന്ന് നിർമ്മിച്ചാണല്ലേ? ഏതാ ഈ പടം? ദിലീപും കൂടെ ചേർന്ന് നിർമ്മിച്ചതാണെങ്കിൽ അല്ലെങ്കിലും ഇതിന്റെ തിരക്കഥയിലും കഥയിലും ഒക്കെ ദിലീപ് ഉണ്ട്. അതുകൊണ്ടാണല്ലോ മറ്റേ എന്താണ് മറ്റേ മുഖത്ത് മറുകളുള്ള മറ്റേ ചേച്ചിയെ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ കഥ വന്നത്. പിന്നെ പൃഥ്വിരാജിനെതിരെയുള്ള ട്രോള് വന്നത്, അതും ധ്യാൻ ശ്രീനിവാസനെ കൊണ്ടത് ചെയ്യിപ്പിച്ചേക്കണത്. അതൊക്കെ എന്താണ്? ഇനി സത്യത്തിൽ എൻ്റെ സങ്കടം എന്താണെന്ന് വെച്ചാൽ ശ്രീനിവാസനെ കാരണം ഇത് 2 മക്കളും ഒരുപോലെ അഭിനയിച്ചിട്ടുള്ളതല്ലേ. പോയെന്ന് കണ്ടേക്കാന്ന് വിചാരിക്കാതിരുന്നത് നല്ലതായി, വളരെ. ഏതായാലും വളരെ കണിശമായ വിമർശനം. മറ്റൊരു സിനിമാ നിരൂപകന്റെ വിമർശനത്തെ എതിർത്തുകൊണ്ടാണ് ഇന്നലെ ഈ ഫ്ലോറിൽ നമ്മുടെ തന്നെ സഹപ്രവർത്തകൻ ഗൗതവുമായിട്ട് എനിക്ക് അശ്വന്ത് കോക്ക് എന്ന ഒരു സിനിമാ നിരൂപകൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. സാർ, ഈ സാമൂഹ്യ മാധ്യമങ്ങൾ വന്ന ശേഷം സിനിമാ നിരൂപണം ഇപ്പോൾ ഈസിയാണല്ലോ. സിനിമ കണ്ടിട്ട് വന്നു കഴിഞ്ഞാൽ ഇരുന്ന് എഴുതുന്ന പോലെ അല്ലല്ലോ. അപ്പം നമ്മളീ പറയുന്ന പോലെ ഈ അശ്വന്ത് കോക്കിനെ കുറിച്ച് വിമർശിക്കാനാണ് എൻ്റെ സഹപ്രവർത്തകനായ ഗൗതം എന്നോട് ചർച്ചയ്ക്ക് ഇരുന്നത്. അശ്വന്ത് കോക്കിൻ്റെ വിമർശനമൊന്നും ഞാൻ അധികം കണ്ടിട്ടില്ല. അദ്ദേഹം പറഞ്ഞതിനെക്കുറിച്ച് കൂട്ടുകാർ പറഞ്ഞുള്ള കേട്ടറിവാണ്. അല്ല, സത്യത്തിൽ ഇത് അശ്വന്ത് കോക്ക് എന്നല്ല. അശ്വന്ത് കോക്കിൻ്റെ വിമർശനം ഞാൻ കേട്ടിട്ടാണ് ഞാൻ ഈ സിനിമക്ക് പോകുന്നത്. പക്ഷേ അയ്യപ്പാസ് ഞാനും അങ്ങനെ കേൾക്കാറില്ല. ഞാനിത് മനഃപൂർവ്വം കണ്ടതാണ്. ഇതിൽ അശ്വന്ത് കോക്ക് എന്ത് പറയുന്നു എന്നറിയാൻ വേണ്ടി ഞാൻ മനഃപൂർവ്വം കണ്ടാണ്. ഇപ്പം അശ്വന്ത് കോക്ക് മോശമാണെന്ന് പറഞ്ഞാൽ ഭീഷ്മയൊക്കെ ഇവിടെ വിജയിച്ചിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സത്യത്തിൽ ഇതിൽ അങ്ങനെ നമുക്കൊരു വിമർശനത്തിലൂടെ ഈ സിനിമയെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിമർശിക്കാൻ പറ്റില്ല. കാരണം ഒന്നറിയാമോ, ഇപ്പൊ പോലും ഞാൻ ഈ പറഞ്ഞതൊക്കെ കേട്ട അയ്യപ്പാസിന് തോന്നിയൊരു തോന്നലുണ്ടല്ലോ. അപ്പൊ പോലും അയ്യപ്പാസിന്റെ ഉള്ളിൽ അതൊരു സിനിമയായിരിക്കും എന്നുണ്ട്. അതെ. പക്ഷെ പോയി കണ്ടാൽ അതിന്റെ ഭീകരത മനസ്സിലാവും. എവിടെ എത്താത്ത കിട്ടിയാൽ മുളച്ചിരിക്കുന്ന ഒരു സാധനം. അത് പോയി കണ്ടാൽ മാത്രമേ. എഡിറ്റിംഗ് പോലും ഒരു ഭദ്രതയില്ല. എന്റെ പൊന്നെ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അഭിനേതാക്കളുടെ വേഷം കിട്ടുകള്, മൊത്തത്തിൽ നമ്മൾ കാണേണ്ടതാണ് ഇത് ശരിക്കും. ഏതായാലും ഇത് സത്യം പറഞ്ഞ എല്ലാ ആളുകളും അനുഭവിച്ച് തന്നെ അറിയണം. സത്യത്തിൽ ഈ സിനിമ കണ്ടിട്ട് എനിക്കൊരു കാര്യം കൂടി തോന്നി. എൻ്റെ കയ്യിൽ കാശില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ മലയാളികളോടും കൂടി ഒരു 10 രൂപ മേടിച്ചിട്ട്, അല്ലെങ്കിൽ 1 രൂപയെങ്കിലും മേടിച്ചിട്ട് ഈ 3.5 കോടി മലയാളികളുടെ അടുത്ത് നിന്ന് ഏറ്റവും കുറഞ്ഞൊരു 10-15 കോടി നമ്മൾ കളക്ട് ചെയ്ത് മോഹൻലാലിന് കൊടുത്തിട്ട് ദൈവത്തെ ഓർത്ത് താങ്കൾ ഇത്തരത്തിലുള്ള സിനിമകളിൽ അഭിനയിക്കരുത് എന്ന് പറയേണ്ടതാണ്. ഏതായാലും നമുക്ക് തൽക്കാലം നിർത്താം. ഞാനും കൂടി ഈ സിനിമ എന്തായാലും കാണും. സാറ് കണ്ടിട്ടാണ് എന്നെ വിളിച്ചതെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, എനിക്ക് താങ്കളോട് അല്പം ദേഷ്യമുണ്ട്, അതുകൊണ്ട് കാണുന്നത്.